Hi friends, welcome to my channel. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പക്കവടയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് കപ്പിലാണോ കടലമാവ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ 1/2 കപ്പ് മൈദ എടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള പൊടിയായിട്ട് തന്നെ അരിയണം, വലുതായിട്ട് അരിയരുത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടിയായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് ചെറു ചൂടുവെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അങ്ങനെ 10 മിനിറ്റ് മാറ്റി വെച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് പിന്നെ നോക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം, നല്ല ലൂസിലാക്കി എടുക്കരുത്. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ടിയിൽ മാവാക്കി എടുക്കുക. നല്ല ലൂസിൽ കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊങ്ങി വരില്ല. ഇതൊരു 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം, എന്നാലേ പക്കവട നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റുള്ളൊരു പക്കവടയാണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വരണം, എന്നാലേ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടൂ. ഇപ്പം നല്ലതുപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.